ഈ സ്മാർട്ട് സ്കൂളുകൾ വരുന്നുണ്ടാവാം, കെട്ടിടങ്ങൾ വരുന്നുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ സാധാരണക്കാരൻ്റെ ഒരു ജീവിത നിലവാരമുണ്ടല്ലോ, അത് അടിക്കടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിലക്കയറ്റം അതൊന്ന് മാത്രം എടുത്തു നോക്കൂ. സാധാരണക്കാരന് ജീവിക്കണ്ടേ? അല്ല, മറ്റ് സംസ്ഥാനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ റേറ്റ് കൂടി അങ്ങൊന്ന് പറയാമെങ്കിൽ ഞാൻ സമ്മതിച്ചുതരാം. നമുക്ക് എപ്പോഴും ഇവിടെ എന്തെങ്കിലും വരുമ്പോൾ വടക്കോട്ട് നോക്കുന്ന ആ രീതി നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ കാര്യം, നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. അല്ല, അതിന്റെ ഡേറ്റ വേണമെങ്കിൽ ഞാൻ ഹാജരാക്കാം. ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. നമ്മളെല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഓണക്കാലം നിങ്ങൾ നോക്കിയേ, ഏറ്റവും സുഭിക്ഷമായിട്ട് ഈ ഗവൺമെന്റ് ഇടപെടൽ, പൊതുവിതരണ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു നാടല്ലേ ഈ കേരളം എന്ന് പറയുന്നത്. ഈ ഓണക്കാലത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ സാധാരണക്കാരന് എത്ര രൂപ ചെലവാക്കി? അത് ഓണക്കാലം പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. 500 രൂപ കൊടുക്കണമായിരുന്നു. ഗവൺമെന്റ് ഇടപെട്ട് അത് 339 രൂപയാക്കി. ഗവൺമെന്റ് ഇടപെട്ട് 339 രൂപയാക്കി. ഞാൻ വാങ്ങിത്തരാം. അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു ഉപഭോഗ സംസ്ഥാനമാണെന്ന്. ട്രാക്ടറുകാരനെയും ഓടിച്ചോടിച്ച് കപ്പയും ചീരയൊക്കെ വെട്ടി നടത്തുന്ന സമരമൊക്കെ നടത്തി ഇവിടുത്തെ കൃഷി എല്ലാം തകർത്തവരാണ് പറയുന്നത്. കശുവണ്ടി വ്യവസായത്തെ തകർത്തു, കയർ വ്യവസായത്തെ തകർത്തു, കാർഷിക മേഖലയെ തകർത്തു. ഇതൊക്കെ തകർത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിയും. ഇതിനാരാ കാരണക്കാർ? ഉപഭോഗ സംസ്ഥാനമായതിൻ്റെ കാരണക്കാരാരാ? ആ കാരണക്കാർ ഇടതുപക്ഷമല്ലേ?